ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണേ. മുട്ട പുഴുങ്ങാതെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ മുട്ടക്കറി. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ അധികം പുളിയില്ലാത്ത മീഡിയം വലുപ്പമുള്ള 3 തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 15 കാഷ്യൂനട്ട് വെള്ളത്തിൽ അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിന് വേണ്ട മസാലക്കൂട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. മസാല നന്നായിട്ട് ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മസാലക്കൂട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കറിവേപ്പില കൈ കൊണ്ട് ഇതുപോലെ ഞെടുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞു വരണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഈ മസാലക്കൂട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ചെറിയൊരു തരികളോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ ചെറിയൊരു തരികളോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ പൊടിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കിട്ടും. ഇനി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. 3 ഏലക്ക, ഏലക്കയുടെ ചെറുതായിട്ട് തോടൊന്ന് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 4 ഗ്രാമ്പൂ, കൂടെ തന്നെ 1 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 15 സെക്കൻഡ് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പമുള്ള 3 സവാള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറിയ ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, തക്കാളി കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൽ നിന്നും 1 ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ 1 ടീസ്പൂൺ മസാല മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം ഞാനിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് കുറുക്കി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. ഇതേപോലെ മുട്ട ഒരു ബൗളിലേക്ക് ആക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ആ ഒരു മഞ്ഞ നമുക്ക് പൊട്ടാതെ കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 6 മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി മുട്ട ചേർക്കുന്നതിന് മുമ്പ് ഗ്രേവിയിൽ ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മുട്ട ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതേ നോക്കിക്കേ, മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണിത്. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ. കൂടാതെ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ടക്കറി ഉണ്ടല്ലോ, ചോറിനൊപ്പവും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട, ബ്രെഡ്,
ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.